വൈറ്റമിൻസ് ആയാലും അതുപോലെ തന്നെ കാൽഷ്യം ആയാലും പ്രോട്ടീൻ ആയാലും ഒക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പംകിൻ സീഡ് എന്ന് പറയുന്നത്, സൺഫ്ലവർ സീഡ് എന്ന് പറയുന്നത് ശരിക്കും നല്ലോണം റിച്ച് ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവാണ്. നല്ല എന്താ പറയുക, പ്രോട്ടീൻ റിച്ച് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം ഗട്ട് ഹെൽത്തിന്, എൻ്റെ വയറൊക്കെ ശരിക്കും പെട്ടെന്ന് കുടിച്ചിട്ട് പോവാം. ബ്രേക്ക്ഫാസ്റ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാം. ഇതെൻ്റെ മസാലപ്പെട്ടിയാണ്. മസാലപ്പെട്ടിയിൽ നിന്ന് ഏലക്കായ, അത് നല്ല ഒറിജിനൽ ഏലക്കായാണ് കേട്ടോ. നിങ്ങളുടെ ബയോട്ടിൻ പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്ന ഏലക്കായാണ് സ്മെല്ലിന് വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ആഡ് ചെയ്യാം. നമസ്കാരം, ശ്രുതിയാണ്. കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ഇതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്, വീട്ടിലുണ്ടാക്കി വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഹെൽത്തിന് വളരെയധികം നല്ലതാണെന്നും പറഞ്ഞു. അന്നത്തെ ഒരു എൻ്റെ എന്താ പറയുക ഹെൽത്തും ഇന്നത്തെ ഒരു ഹെൽത്തിലൊക്കെ ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുള്ള ഒന്നാണ് കാണിക്കാൻ പോണേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്ക് വൈറ്റമിൻസ് ആയാലും അതുപോലെ തന്നെ കാൽഷ്യം ആയാലും പ്രോട്ടീൻ ആയാലും ഒക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ കൂടെയോ ഡിന്നറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ചിലപ്പോൾ മിസ്സാവാം. അപ്പോൾ അങ്ങനെ ആയാൽ പോലും നമുക്കൊരു സപ്ലിമെൻ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമ്മുടെ ബയോട്ടിൻ പൗഡർ. ബയോട്ടിൻ പൗഡറിൻ്റെ എങ്ങനെയാണ് കുറുക്കുക, എങ്ങനെയാണ് കാണിക്കാമെന്ന് ഒത്തിരി എങ്ങനെ ചെയ്യുന്ന ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഒരുപാട് പേരുടെ ബ്രേക്ക്ഫാസ്റ്റിലെ മെനു ആയിട്ടാണ് നമ്മുടെ ബയോട്ടിൻ പൗഡർ കഴിക്കണേന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പലരും സ്മൂത്തി ആയിട്ട് അടിച്ചു കുടിക്കാറുണ്ടെന്ന് പറഞ്ഞു. പലതരത്തിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെങ്ങനെ വേണമെങ്കിലും മാറ്റി കൺസ്യൂം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബയോട്ടിൻ പൗഡർ ഇന്ന് എങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ കാണിക്കണേ. അപ്പോൾ ബയോട്ടിൻ പൗഡർ നമ്മുടെ കയ്യിൽ ഇതാ, ഇപ്പം എൻ്റെ കയ്യിൽ കഴിഞ്ഞു. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. കാണും അങ്ങനെ കാണിച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ, കഴിയാറായി. ഇത് എല്ലാ ദിവസവും നമുക്ക് കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഒരു 1-2 സ്കൂപ്പൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഇതാ 2, ഇതിപ്പോൾ ഒരു സ്പൂണൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സ്പൂൺ അളവിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ 2 സ്കൂപ്പ് നല്ലോണം എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 ഗ്രാം 20 ഗ്രാം ഒക്കെ ഉണ്ടാവും ഒരു സ്കൂപ്പിൽ. നമ്മൾക്ക് നമ്മുടെ ഡബ്ബയുടെ ഉള്ളിൽ സ്കൂപ്പില്ല. പിന്നെ ഇതിപ്പോൾ ഇപ്പോഴും നമുക്ക് ഇതല്ല കിട്ടുന്നത്, നമുക്കറിയാം പാക്കറ്റിലാണ് വരുന്നത്. സോറി, കാരണം നമുക്കിതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, നമുക്ക് കമ്പനി തരുന്നില്ല, അതുകൊണ്ട് അവർ എടുക്കണില്ല, അതുകൊണ്ടാണ് ഇതില്ലാത്തത് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ സ്പൂൺ അളവിൽ 2 സ്പൂണൊക്കെ ഇടുക. ആവശ്യത്തിനനുസരിച്ച് ഒരു വട്ടം കുറുക്കും മനസ്സിലാവും എത്ര കൊണ്ട് വേണം. എന്നിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഇത് ഒരു അര ഗ്ലാസ് എന്ന് വെച്ചാൽ വലിയ കപ്പാണ്, 250 മില്ലിയുടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ നല്ലോണം കുറുകി വരും കേട്ടോ. ഇത്രയും വെള്ളം ഒഴിക്കണം എന്താ വിചാരിക്കേണ്ട, നല്ലോണം കുറുകി വരും. കട്ടയില്ലാണ്ട് തരിയില്ലാണ്ട് എടുക്കുക. എന്നിട്ട് നമുക്കിത് നേരെ അടുപ്പത്തേക്ക് വയ്ക്കുക. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വേണം എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഇത്ര പ്രോട്ടീനെ കഴിക്കാൻ പാടുള്ളൂ, അതിൽ 80 mg എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അത് നമുക്കൊരു ആവറേജ് നമുക്ക് വേണ്ട അളവാണ് പറയണേ. കുറച്ച് വല്ലപ്പോഴൊക്കെ കുറച്ച് കൂടുതൽ കഴിച്ചാലും വിഷയമൊന്നുമില്ല. പിന്നെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒക്കെ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുപ്പത്ത് വെച്ച് കുറുക്കി എടുക്കാം. പംകിൻ സീഡ് എന്ന് പറയുന്നത്, സൺഫ്ലവർ സീഡ് എന്ന് പറയുന്നത് ശരിക്കും നല്ലോണം റിച്ച് ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവാണ്. നല്ല എന്താ പറയുക, പ്രോട്ടീൻ റിച്ച് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം ഗട്ട് ഹെൽത്തിന്, എൻ്റെ വയറൊക്കെ ശരിക്കും ഞാൻ വണ്ണം ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും ഡെലിവറിക്ക് ശേഷം നല്ലോണം വയറുണ്ടായിരുന്നു. അത് മക്കളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തേക്ക് നല്ലോണം വയറുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ശരിക്കും പോയി, ഫാറ്റൊക്കെ നന്നായിട്ട് ബേൺ ചെയ്തിട്ടുണ്ട്. അത് ആ സമയം തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലും മനസ്സിലാവും. ഇതങ്ങോട്ട് നമ്മൾ അറിയില്ല, ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്കിത് ശരിയാവും. നമ്മൾ മത്തങ്ങ സൂപ്പ് വെച്ച് കഴിക്കും, മത്തങ്ങ കറി ഉണ്ടാക്കും. മത്തങ്ങയ്ക്ക് അത്രയും ഗുണങ്ങളുള്ളതാണ്. അപ്പം അതിൻ്റെ സീഡിനും അതേ ഗുണങ്ങളുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കണമെന്ന് മേമ്പൊടി ഐറ്റംസാണ്, അതായത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മസാലപ്പെട്ടിയാണ്. മസാലപ്പെട്ടിയിൽ നിന്ന് ഏലക്കായ, അത് നല്ല ഒറിജിനൽ ഏലക്കായാണ് കേട്ടോ. നിങ്ങളുടെ ബയോട്ടിൻ പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്ന ഏലക്കായാണ് സ്മെല്ലിന് വേണ്ടിയിട്ട്. ഒരല്പം, ഇതിപ്പോൾ ഓൾറെഡി ബയോട്ടിൻ പൗഡറിൽ ഉള്ളതാണ്, എന്നാലും ഞാനൊരു ലേശം ചേർക്കണു. ഒരല്പം ഏലക്കയുടെ പൊടി, ഒരു ഫ്ലേവറിന്, പിന്നെ നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ
അതെവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഞാനിതിൽ ശർക്കരയല്ല ചേർത്തിരിക്കണേ. ബയോട്ടിൻ ഉണ്ടാക്കി വെച്ചപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനാകുമ്പോൾ കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ അവർ കഴിക്കില്ല, അത് പാലില്ലെങ്കിലും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ശർക്കര ഇട്ടിട്ടില്ല. ശർക്കര ഇട്ടാലും പാൽ ഒഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷേ ഞാൻ ചെയ്യാറില്ല എന്ന് മാത്രം. നല്ല കാച്ചി വെച്ച പശുവും പാൽ ഒരൽപ്പം എടുക്കുക. എത്രത്തോണ്ട് നമുക്ക് കൺസിസ്റ്റൻസി വേണമെന്ന് തോന്നണോ, നല്ലോണം വെള്ളം പോലെ ഇരിക്കണം, പക്ഷെ അങ്ങനെ ചെയ്യാം. ചിലർ ചോദിക്കാറുണ്ട് പാലിൽ നേരെ ഇട്ട് കഴിക്കാൻ പറ്റും. നേരെ ഇട്ട് കഴിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ചൂട് വേണം. ഓക്കെ, പാല് ആവശ്യത്തിന് പാൽ ഒഴിക്കുക. എനിക്ക് ഇന്ന് ഇത്തിരി വെള്ളം പോലെ ഇരിക്കാനാണ്, നല്ലോണം കട്ടിയിൽ വേണ്ട. കട്ടിയിൽ വേണം വെച്ചാൽ അങ്ങനെ എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു വയസ്സിന് ശേഷം, ശരിക്കും പറഞ്ഞാൽ 3 വയസ്സിന് ശേഷം കൊടുത്താൽ മതി. കാരണം എല്ലാ ഗ്രെയിൻസ് ധാന്യങ്ങളും കൂടെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ദഹനത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും, അതുകൊണ്ടാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇതൊക്കെ ഞാൻ സ്പീഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചായയൊക്കെ വെക്കണ പോലെ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ഷൂട്ടിന് വേണ്ടി ആയതുകൊണ്ട് കുറച്ച് ആരാംസെ ചെയ്തു, കുറച്ച് ഭംഗിയിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് കുടിച്ചിട്ട് പോവാം. ബ്രേക്ക്ഫാസ്റ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാം. പക്ഷെ വെയിറ്റ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരമാണ് കഴിക്കുന്നത് വെച്ചാൽ നല്ലോണം ഭക്ഷണം വേറെ കഴിച്ചോളൂ, ഇല്ലെങ്കിൽ വണ്ണം നമുക്ക് കുറയും. വണ്ണം കുറഞ്ഞാലും നിങ്ങൾക്ക് ഐഡിയൽ വെയിറ്റ്, ഞാൻ എൻ്റെ കറക്റ്റ് വെയിറ്റിലാണ് ഇപ്പോൾ പ്രസൻറ്റിൽ നിൽക്കുന്നത്. ഇത് ഡെയിലി ഒരു ഇത്ര കണ്ട ഈ കപ്പിൽ ഇത്രയും ഉണ്ടാവും. ഇത് കുടിക്കുക. രാവിലെങ്കിലും കഴിക്കുക, രാവിലെ രാത്രി നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കഴിക്കണമെങ്കിൽ 11 മണിയൊക്കെ ആകുമ്പോൾ ചോറ് ഒരു 1 മണിക്ക് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു 2 മണിക്കൂറൊക്കെ ഗ്യാപ്പ് എടുത്തിട്ട് ഇത് കഴിക്കാം കേട്ടോ. അസലെന്ന് വെച്ചാൽ അസലാണ്. വേറൊരു സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാം. നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ ഒക്കെ ഇമ്പോർട്ടഡ് ആണ് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ. നല്ലത് നോക്കി മേടിച്ചാലേ അതിന് ഗുണമുള്ളൂ. അപ്പോൾ കുടിക്കുക. ചെറിയ ചെറിയ കട്ട ഉണ്ടാവും, അതായത് ആ സീഡിൻ്റെ അത് ടേസ്റ്റിയാണ്. നമുക്ക് കുടിക്കുമ്പോൾ അതറിയാം. പാലും കൂടെ വരുമ്പോൾ നമുക്ക് കുടിക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ആഡ് ചെയ്യാം, കുറച്ച് മാത്രം കേട്ടോ. മിണ്ടാണ്ട് ഇരുന്ന് കുടിക്കുക. ഇതിനിടയിൽ വേറെ സൈഡ് ബിസിനസ് ഒന്നും പോകാതിരിക്കുക. ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യാം, അത്രയും. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഇവിടെ കുറച്ച് വർക്കുകൾ, എക്സ്പാൻഷൻ വർക്കുകളൊക്കെ വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ എണ്ണ വീട് എന്ന് പറഞ്ഞിട്ട് എണ്ണ വീട് മാറ്റി ഇനിയിപ്പം അമ്മാസിൻ്റെ യൂണിറ്റ് ആക്കണം. അത് നമ്മൾ ഓഫീസ് ലുക്കിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസ്കഷൻസും കാര്യങ്ങളും, പിന്നെ കഴിഞ്ഞ മാസം നമുക്ക് ഓർഡറും കുറച്ച് ഇതിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കോട്ടത്തിനിടയിൽ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ചെയ്ത് നോക്കുക, ഉണ്ടാക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കുക, അല്ലാത്തവർ ഓർഡർ ചെയ്തിട്ട് മേടിച്ച് വെച്ചാൽ വെറുതെ മേടിച്ച് വയ്ക്കാതിരിക്കുക. വൺസ് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 1 മാസത്തിനുള്ളിൽ തന്നെ യൂസ് ചെയ്തോളൂ. അതാണ് എപ്പോഴും നല്ലത്. 3 മാസം വരെ ഇരിക്കും, പക്ഷെ നമ്മൾ എയർ കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ അത് ചീത്തയായിപ്പോൾ. കാരണം അതിൽ എയർ ഡ്രൈ ഔട്ട് ചെയ്തിട്ടൊന്നുമല്ല നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ തന്നെ കൈയോടുകൂടി പൊടിച്ചെടുത്ത് അതിൽ മറ്റു കാര്യങ്ങൾ മിക്സ് ചെയ്ത് നമുക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്ന്. അത് കഴിഞ്ഞിട്ട് അങ്ങ് പാക്ക് ചെയ്ത് ചൂടോടുകൂടി അങ്ങോട്ട് തരികയാണ് ചെയ്യണേ. അപ്പോൾ അത് പക്കാ ഒറിജിനലാണ് ആൻഡ് ഹോം മെയ്ഡാണ്, ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.